ഇലക്ഷന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിവാരി എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് അവിടെയും പ്രകോപനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് വടകരയെ സംബന്ധിക്കുന്ന കൗതുകകരമായ കാര്യം, ആശ്ചര്യജനകമായ കാര്യം, കഷ്ടമായിട്ടുള്ള കാര്യം. ആദ്യം വലിയ യോഗം സംഘടിപ്പിച്ചത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. വടകരയുടെ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാനും വടകരയെ ചേർത്ത് പിടിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്ന, വർഗീയവാദി എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമായി മാറിയത്. അതിനുശേഷം UDF നടത്തിയപ്പോൾ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ ആക്ഷേപിക്കുന്ന, അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വേദിയായി അതും മാറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ തരത്തിൽ മുന്നോട്ട് പോവുക? അല്ല, അഭിലാഷും ഈ തെരഞ്ഞെടുപ്പിനെ, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. വടകര ഏതെങ്കിലും സ്ഥാനാർത്ഥി, ഈ വടകര താഴെയങ്ങാടി എന്ന് പറയുന്നത് ഏറെക്കുറെ പൂർണ്ണമായിട്ട് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ താഴെയങ്ങാടിയിൽ CPM ഉണ്ട്, INL ഉണ്ട്, അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, വളരെ ശുഷ്ക. ആ താഴെയങ്ങാടിയിൽ ജുമാ മസ്ജിദുമായി ചേർന്ന വഖഫ് ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ ഈദ് വിത്ത് ഷാഫി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ മുഖ്യ വരണാധികാരി ഇതിൻ്റെ പേരിൽ നോട്ടീസ് നൽകിയിരിക്കുന്ന ആളാണ് ഷാഫി വിരയില്ലാത്ത ആളാണോ? മാതൃകാ പെരുമാറ്റച്ചട്ടം 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് മത്സരിച്ചാണല്ലേ പാലക്കാട്ടിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്ര നടത്തുമ്പോൾ തിരൂര് പോയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പരിപാടി, നിങ്ങളുടെ അവിടുത്തെ KS ഹംസ, ഈ അദ്ദേഹത്തിന്റെ ഇഫ്താർ പാർട്ടിയാണ്. അവിടുത്തെ ഒരു വലിയ ഹോട്ടലിൽ ഇഫ്താർ പാർട്ടി, ഇതുപോലെ ഇഫ്താർ വിത്ത് ഹംസാക്ക അല്ലെങ്കിൽ ഹംസ എന്ന് പറഞ്ഞിട്ടാണ് അത് ഈ ഇതിന്റെ സമയത്ത് എല്ലാവരും നടത്തിയിരുന്ന ഒരു കാര്യമല്ലേ? അതിൽ കുഴപ്പമില്ല, അത് വലിയ ഹോട്ടലല്ല, അതൊരു വലിയ ഹോട്ടലല്ല. അഭിലാഷ് ഇങ്ങനെ എന്താണ് സർക്കാരഹിതമായിട്ട് ഇതിനെയൊന്നും സമീകരിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ഹോട്ടലിലാണ്. ഇഫ്താർ പാർട്ടി ഹോട്ടലിൽ നടത്തി, എല്ലാ സ്ഥാനാർത്ഥികളും നടത്തുന്നത്. പക്ഷെ ഇതെന്താണ്, ഇത് ഈ വഖഫ് ബോർഡിന്റെ മതാരാധനക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അഭിലാഷേ, ഈ കോഴിക്കോട് ജില്ലാ കലക്ടർ മുഖ്യ വരണാധികാരി ഷാഫിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് എന്താണെന്നറിയോ? ആ നോട്ടീസിൽ പറയുന്നത് മതാരാധനക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ജുമാ മസ്ജിദിന്റെ മൈതാനി, അത് വഖഫ് ബോർഡിൻ്റെതാണ്. വഖഫ് ബോർഡിന്റെ നിയമാവലി അനുസരിച്ച് എന്താണ്, മതാനുഷ്ഠാനങ്ങൾക്കല്ലാതെ വഖഫ് മൈതാനം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ബോർഡും വെച്ച് ഈദ് വിത്ത് ഷാഫി, അദ്ദേഹം ഒരു ഈദാഘോഷമാണ് നടത്തിയതെങ്കിൽ, ഒരു വിരുന്നാണ് നടത്തിയെങ്കിൽ അതിലെന്താ പ്രശ്നമുള്ളത്? അത് പള്ളിയുടെ സ്ഥലത്ത് നടത്താൻ പാടുള്ളൂ. അവിടെ അതിനോട് എതിർത്തുകൊണ്ട് INL ഉൾപ്പെടെയുള്ള പാർട്ടികൾ വന്നു. അവിടെ നിന്നുള്ള ഒരു മുസ്ലിം മതവിശ്വാസി, ആ മഹല്ലെ ഒരു മുസ്ലിം മതവിശ്വാസി നൽകിയ പരാതിയിലാണ് കോഴിക്കോട് മുഖ്യ വരണാധികാരി ഷാഫിക്ക് നോട്ടീസ് അയച്ചത്. ഞാൻ ഈ ഉദാഹരണം പറയും, ഇതൊക്കെ തർക്കിച്ചിപ്പോൾ നിൽക്കേണ്ട ഒരു സമയമല്ലാന്ന് എനിക്കറിയാം. ഉദാഹരണം പറയുന്നത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് മതപരമായ വൈകാരികാംശങ്ങൾ ചേർത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തെലങ്കാനയിലേക്കോ ഉവൈസി ഇങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതിന് സമാനമായി കേരളത്തിൽ ഒരു മണ്ഡലത്തിനും മുമ്പ് പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മതാവേശം ഉണർത്തുന്ന രീതിയിലുള്ള പ്രചരണം ഷാഫി നടത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം ഈ ചരിത്രത്തിൽ, കേരളത്തിന്റെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളൊരു അപരാധമാണ്. ആ അപരാധത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടി വരും. ഷാഫിയെ പോലുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇത്തരത്തിലുള്ള വളരെ വളരെ റിജിഡായ, വളരെ സങ്കുചിതമായ വോട്ടിനെ മതപരമായി എങ്ങനെ ഏകീകരിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. കാരണം ഷാഫി കോൺഗ്രസ്സുകാരനാണ്. മുസ്ലിം ലീഗുകാർ പോലും ഇങ്ങനെ പ്രചരണം നടത്തിയിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഒരു പള്ളി മൈതാനിയെ, ജുമാ മസ്ജിദ് മൈതാനിയെ, സ്ഥാനാർത്ഥി അവിടെ പോകും, ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പക്ഷെ അവിടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വെച്ച്, മൈക്ക് വെച്ച് വോട്ട് പിടിക്കുന്ന ഒരു ഈദ് വിത്ത് ഷാഫി എന്ന പരിപാടിയാണ് വടകരയിൽ നടത്തിയത്. ഷാഫിയാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ഷാഫിയെ നിങ്ങൾ എത്ര വിശുദ്ധനാക്കാൻ ശ്രമിച്ചാലും വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഷാഫി ചെയ്ത അപരാധത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരുന്ന പ്രശ്നമാണ്. അത് ഉത്തരം പറഞ്ഞേ പറ്റൂ. മതപരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് കേസും ആവുമല്ലോ. PC തോമസിന്റെ കേസിൽ PC തോമസിനെതിരെ വിധി വന്നത് നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം.